അസ്സലാമു അലൈക്കും. എന്താണ് കൗൺസിലിംഗ്? എന്താണ് സ്കൂളുകളിൽ കൗൺസിലിങ്ങിനുള്ള പ്രാധാന്യം? ഒരു സാധാരണ വ്യക്തിക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരാം. നമുക്കെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പ്രത്യേക പ്രതിസന്ധിയെ നമുക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ നടത്തേണ്ട ഒരു ഇടപെടലാണ് കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പരിശീലനം ലഭിച്ച ഒരു വ്യക്തി തൻ്റെ മുന്നിലിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ്. ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും ഏറെ വലുതാണ്. ചില സമയങ്ങളിൽ അവരെ മനസ്സിലാക്കാനും പിന്തുണക്കാനും വഴികാട്ടാനും ഒരാൾ അത്യാവശ്യമാണ്. കാരണം ഒരു ദിവസത്തിലെ 1/3 അവർ ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ പഠനത്തോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ സ്കൂളിനും ഒരു പങ്കുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രം ഓക്കെ ആയ ഒരു കുട്ടി കംപ്ലീറ്റ്ലി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് WHO പ്രകാരം രോഗങ്ങളുടെയോ വൈകല്യങ്ങളുടെയോ അഭാവം മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് വെൽബീയിങ്ങിന് പറയുന്ന പേരാണ് ഹെൽത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കൗൺസിലിങ്ങിനോടുള്ള സ്റ്റിഗ്മ. അതായത് എന്തോ വലിയ മാനസിക പ്രശ്നങ്ങൾ വരുന്നവർ മാത്രം നടത്തേണ്ട ഒരു ഇടപെടലാണ് കൗൺസിലിംഗ്. അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വന്ന റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, പാരൻസ് എന്ത് വിചാരിക്കും എന്നിങ്ങനെയുള്ള ചിന്താഗതി ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കൗൺസിലിംഗ് വേണ്ട ഒരു കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പ്രധാന കാരണം ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന സ്റ്റിഗ്മകൾ തന്നെയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ കൗൺസിലറെ കാണുന്നതിൽ തെറ്റില്ല. നമ്മളൊരു കറക്റ്റായ ടൈമിൽ കൗൺസിലറെ കണ്ട് യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തി പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ ആ പ്രശ്നം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. കാരണം കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വന്തം പ്രശ്നം സ്വയം പരിഹരിക്കാൻ ഒരാളെ മാനസികമായി തയ്യാറാക്കുന്ന പ്രക്രിയയാണ്. നമ്മളൊരു രോഗം വരുമ്പോൾ ഡോക്ടറെ കാണുന്ന പോലെ തന്നെ സാധാരണമായിട്ടുള്ള എന്നാൽ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധി വരുമ്പോൾ കൗൺസിലറെ കാണുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കി കൊടുക്കാനും ആവശ്യം വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുമാണ് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. സ്കൂളുകളിലെ കൗൺസിലിംഗ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും വ്യക്തിവികാസത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്റ്റിഗ്മകൾക്കപ്പുറം മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്. ഓക്കെ, താങ്ക് യു. ടുഗദർ വി വിൽ മേക്ക് ഇറ്റ് ഔട്ട് ബെറ്റർ.